ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. മൗനരാഗത്തിൻ്റെ നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മൂങ്ങ മുത്തശ്ശി കോടതിയിൽ വെച്ച് പൊരിച്ചടുക്കുകയാണ് വക്കീൽ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും വക്കീൽ എല്ലാ സത്യങ്ങളും കണ്ടെത്തിയതിന് ശേഷമാണ് തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഈ കൂട്ടിനകത്ത് കയറ്റി നിർത്തിയിരിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ മൂങ്ങ പണ്ടത്തെ കാര്യങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള സകല കാര്യങ്ങളും ആ കോടതിയിൽ വെച്ച് വെളിപ്പെടുത്തുക. അപ്പം ഇതൊക്കെ കേൾക്കുന്ന ജഡ്ജി ആണെങ്കിലോ എന്തായാലും ഇവരെക്കുറിച്ചും ഇവരുടെ മകനായിട്ടുള്ള പ്രകാശനെക്കുറിച്ചും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാക്കി. അതൊക്കെ നമ്മുടെ ലക്ഷ്മിയമ്മയ്ക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുള്ളൂ. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പം പ്രകാശനാണെങ്കിലോ ഈ അമ്മ എല്ലാം കൊണ്ട് തൊലച്ചു എന്നുള്ള രീതിയിൽ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുമ്പോൾ മൂങ്ങയാണെങ്കിലോ എൻ്റെ സാറേ, എൻ്റെ മകന് 2 അറ്റാക്ക് കഴിഞ്ഞതാ സാറേ. അവനൊരു ഓപ്പറേഷനൊക്കെ ചെയ്ത് അതിൻ്റെ ബലത്തിലാണ് പിടിച്ച് നിൽക്കുന്നത്. പിന്നെ ഞാൻ ഇപ്പം ഇത്രയും പ്രായമായില്ലേ സാറേ, എൻ്റെ കാലശേഷം എൻ്റെ മോന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനായിട്ട് ആരെങ്കിലും വേണ്ടേ? അതുകൊണ്ടാണ് സാറേ ഞാൻ നിർബന്ധിച്ചിട്ടാണ് എൻ്റെ മോൻ അടുത്തൊരു വിവാഹത്തിന് തന്നെ തയ്യാറായത്. ഈ ഇരിക്കുന്ന 2 സ്ത്രീകളും എൻ്റെ മോൻ്റെ ജീവിതം തകർക്കുക സാറേ ചെയ്തത്. അങ്ങനെ മൂങ്ങ അവിടെ നിന്നുള്ള കള്ളനാടകം അഭിനയിക്കുക. അതിനിടയ്ക്ക് ആശാട്ടി കരയുന്നൊക്കെയുണ്ട്. ഇമോഷണലായി പോയതാ സാറേ, എന്ത് ചെയ്യാനാ, എൻ്റെ മോൻ്റെ ജീവിതം അതുപോലെ ആയിപ്പോയി. ആ ഇരിക്കുന്ന ദീപ എന്ന് പറയുന്ന ഭാര്യ ഉണ്ടല്ലോ, അവള് സ്വഭാവദൂഷ്യം കാരണം സാറേ അവൾ ഉപേക്ഷിക്കേണ്ടി വന്നത്. അതുമാത്രമല്ല, പിന്നെ അപ്പുറം ഇരിക്കുന്ന ലക്ഷ്മി ഉണ്ടല്ലോ, ആ ലക്ഷ്മിയും അത്ര നല്ലൊരുത്തി അല്ലായിരുന്നു സാറേ. അതുകൊണ്ടാണ് ഞങ്ങൾ ആ നാഗർകോവിലിൽ നിന്ന് രാഖി രാമായണം നാട് വിടേണ്ടി വന്നത്. എന്തായാലും അവൾ ഇപ്പം വന്നത് ചില ആൾക്കാരുടെ ഒരു ലക്ഷ്യത്തിൻ്റെ പുറത്താണ്. എന്തായാലും അത് ഈ കോടതിയിൽ തെളിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നതെന്നും പറഞ്ഞ് മൂങ്ങ പറയാനുള്ള കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു. അതിനുശേഷമാണെങ്കിൽ അടുത്തതായി നമ്മുടെ ലക്ഷ്മിയമ്മയെ വിസ്തരിക്കാൻ ക്ഷണിക്കുക. അപ്പം ലക്ഷ്മി ആണെങ്കിൽ ആ ഒരു കോർട്ടിൽ കയറി നിന്നിട്ട് കോടതി മുമ്പാകെ താൻ സത്യം മാത്രമേ വെളിപ്പെടുത്തുള്ളൂ. അങ്ങനെ പിന്നെ ഇവള് സത്യം തന്നെ വെളിപ്പെടുത്തുള്ളൂ എന്ന് മൂങ്ങ മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വക്കീല് ചോദിക്കുക, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പം എത്ര വർഷമായി? സാറേ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 25 വർഷമായി. ഈ 25 വർഷക്കാലത്ത് ഇത്രയും കാലവും നിങ്ങൾ ഒരുമിച്ചാണോ ജീവിച്ചത്? അല്ല സാറേ, ഞാൻ ഗർഭിണിയായിരുന്ന സമയത്തൊക്കെ ഇവർക്ക് എന്നോട് ഒരുപാട് സ്നേഹമായിരുന്നു. ആദ്യത്തെ ആ ഒരു മാസങ്ങളിൽ എൻ്റെ ഭർത്താവിൻ്റെയും അമ്മായിയമ്മയുടെയും ഒക്കെ സ്നേഹവും പരിഗണനയും ഒക്കെ ലഭിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയത്. പിന്നെ എപ്പോഴാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്? അത് സാറേ, ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പ്രകാശിൻ്റെ അമ്മ ഇവിടെ നിന്ന് പറഞ്ഞില്ലേ, അവരുടെ നാട്ടിലൊക്കെ ഒരു ദുരാചാരം ഉണ്ടെന്ന്. പെൺകുട്ടികൾ നാടിന് ഐശ്വര്യക്കേടാണ് എന്നുള്ളതായിരുന്നു ആ നാട്ടുകാരുടെ മൊത്തത്തിലുള്ള ഒരു വിശ്വാസം. എന്തായാലും സാറേ, ആ വിശ്വാസത്തിൻ്റെ പുറത്ത് എൻ്റെ അമ്മായിയമ്മയും ഭർത്താവും കൂടി ചേർന്ന് എവിടെയോ പോയി മഷിനോട്ടം നടത്തി. അതിനുശേഷം ഏതോ ഒരു വയറ്റാട്ടിയെ കൊണ്ടുവന്നും എന്നെ പരിശോധിപ്പിക്കുകയൊക്കെ ചെയ്തു. അന്നാണ് അവർക്ക് അറിയാൻ സാധിച്ചത് എൻ്റെ വയറ്റിൽ കിടക്കുന്നത് ഒരു പെൺകുഞ്ഞാണെന്ന്. അത് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞതും അവർക്ക് എന്നോട് തീരാത്ത വെറുപ്പായി പോയി സാറേ. അതിനുശേഷമാണ് പ്രകാശനും അമ്മയൊക്കെ എന്നെ ഉപേക്ഷിച്ച് നാട് വിട്ടു പോയത്. അല്ല, നിങ്ങൾക്കൊരു പെൺകുഞ്ഞ് ജനിച്ചോ? എന്നിട്ട് ആ കുഞ്ഞെവിടെ? സാറേ, ആ കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ ഈ മഹാഭാവിയും ഇവൻ്റെ അമ്മയും കൂടി ചേർന്ന് ആ കുഞ്ഞിനെ ഒരു ഓടയിൽ തള്ളാനാണ് ശ്രമിച്ചത്. അങ്ങനെയാണ് സാറേ സംഭവിച്ചത്. അതിനുശേഷം മനുഷ്യനൊന്നും മനസമാധാനമായിട്ട് ഉറങ്ങിയിട്ടില്ല. ഇവനെ അന്വേഷിച്ച് ഞാൻ നടക്കാത്ത നാടുകളില്ല സാറേ. ഒരുപാട് കഷ്ടപ്പെട്ട ഞാനിപ്പോൾ ഈ ഒരു നിലയിൽ എത്തിയിരിക്കുന്നത്. സാറിന് അറിയാവോ, എൻ്റെയും എൻ്റെ കുഞ്ഞിനെയും തീർത്ത് കളയാൻ വേണ്ടി ഇവൻ പദ്ധതി ഇട്ടതാണ്. ഇവൻ്റെ അമ്മയും അതിനൊക്കെ കൂട്ടുനിന്നതാ. ഇവൻ്റെ 2ാം ഭാര്യയായിട്ടുള്ള ദീപയുടെ ജീവിതത്തിലും ദീപയുടെ മകൾ കല്യാണിയുടെ സംസാരശേഷി നഷ്ടപ്പെട്ടതിനൊക്കെ കാരണക്കാർ ഈ നിൽക്കുന്ന അമ്മയും മോനും തന്നെയാണ് സാറേ. ഞങ്ങളെയൊക്കെ മോശക്കാരായിട്ട് ചിത്രീകരിച്ചിട്ട് ഇവരെല്ലാവരും ഞെളിഞ്ഞു നിൽക്കുക സാറേ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയമ്മ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജഡ്ജി ഏമാൻ്റെ മുന്നിൽ അങ്ങ് പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് വിക്രം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക, ദൈവമേ, ഇനിയിപ്പോൾ ഒരു മോളും കൂടിയുണ്ടോ? ഇത് മൊത്തം എത്ര മക്കളാണ് ഭഗവാനെ? എന്തായാലും അച്ഛനെ അന്വേഷിച്ച് ആ മോള് വരാത്തത് ഭാഗ്യം. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുക. ഈ സമയത്താണെങ്കിലും നമ്മുടെ ലക്ഷ്മിയമ്മയോടൊപ്പം തന്നെ ദീപയെയും വിസ്തരിക്കാൻ വിളിച്ചു. അപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച ദുരന്തങ്ങളും ഒക്കെ ജഡ്ജി ഏമാൻ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഇതും കഴിഞ്ഞ് ദീപയെ വിളിക്കുന്ന സമയത്ത്, സാറേ, ഈ നിൽക്കുന്ന പ്രകാശനും ഞാനും തമ്മിൽ 10-25 വർഷമായിട്ട് ഒന്നിച്ച് താമസിക്കുകയാണ്. എനിക്കറിയില്ലായിരുന്നു സാറേ ഇയാൾ അതിനു മുന്നേ ഒരു വിവാഹം കഴിച്ച കാര്യം. ഇയാൾ എന്നെയും ചതിക്കുകയായിരുന്നു സാറേ. അതിനുശേഷം എൻ്റെ പേരിൽ മോശമായിട്ടുള്ള ചില പ്രസ്താവനകളൊക്കെ ഇറക്കി അയാൾ എന്നെ മോശക്കാരിയാക്കി. അയാൾ പറഞ്ഞതനുസരിച്ച് എല്ലാ തെറ്റുകൾക്കും കൂട്ടു നിൽക്കുന്ന ഒരു മകനാണ് സാറേ ആ ഇരിക്കുന്ന
വിക്രം എന്ന് കൂടി ദീപ കോടതിയിൽ വെച്ച് വെളിപ്പെടുത്തുക. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പ്രകാശനും അതുപോലെ മൂങ്ങിക്കും ഒക്കെ നല്ല ദേഷ്യമായി. സാറ്, എൻ്റെ മോളെ സാറ് ചിലപ്പോൾ അറിയുമായിരിക്കും. കല്യാണി എന്ന പേര്. കല്യാണി ഇത്രയും കാലവും സംസാരിക്കാതിരുന്നത് എൻ്റെ മോൾക്കൊരു നല്ല ജീവിതം കൊടുത്തത് ആ ഇരിക്കുന്ന കിരൺ സാറ്. കിരൺ സാറിൻ്റെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷമാണ് എൻ്റെ മോള് സത്യം പറഞ്ഞ സമാധാനമായിട്ട് ജീവിക്കാൻ തുടങ്ങിയത് തന്നെ. എൻ്റെ മോളെ ഞാൻ ഏതൊക്കെ അപകടങ്ങളിൽ നിന്നാണ് സാറെ രക്ഷിച്ചിരിക്കുന്നത്. അതൊരു പെൺകുഞ്ഞായതുകൊണ്ട് മാത്രമാണ് ഈ പ്രകാശൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ആ കുഞ്ഞിനെ കണ്ടുകൂടായിരുന്നു. പിന്നെ എല്ലാ സ്നേഹവും എല്ലാ പരിഗണനയും ലാളനയും ഒക്കെ കൊടുത്ത് അയാൾ വളർത്തിയെടുത്തതാണ് സാറേ ആ ഇരിക്കുന്ന വിക്രത്തെ. അവനെതിരെ ഒരുപാട് കേസുകളുണ്ട് സാറേ. ഇതുപോലെയുള്ള ഭൂമിക്ക് ഭാരമായിട്ടുള്ള മക്കള് എന്തിനാ സാറേ പിറക്കുന്നത്? അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ദീപ ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കുക. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മുടെ വക്കീൽ വന്നിട്ട് പ്രകാശന്റെ വക്കീൽ വന്നിട്ട് ഒബ്ജക്ഷൻ അടിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അവിടെ ആരും മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അങ്ങനെ പ്രകാശനെ അവസാനമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. പ്രകാശനെ കുറിച്ചും അതുപോലെ തന്നെ പ്രകാശന്റെ ബാക്ക്ഗ്രൗണ്ടുകളെ കുറിച്ചും വക്കീൽ നല്ല രീതിയിൽ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണല്ലോ. അപ്പം ഇവർ ഏർപ്പാടാക്കിയ വക്കീലാണ് എതിർ കക്ഷി എന്നുള്ളത് അറിയാതെ തന്നെ നമ്മുടെ പ്രകാശൻ എല്ലാം വിശ്വസിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും താൻ രക്ഷപ്പെടും. തന്നെ രക്ഷിക്കാനായിട്ട് കാർത്തിക മോള് എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്തിരിക്കും. സാറേ, ഞാൻ എന്ത് കോംപ്രമൈസിനും തയ്യാറാണ്. ഈ സ്ത്രീയെ എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവർക്ക് എത്ര കോടി കൊടുക്കാനും ഞാൻ തയ്യാറാണ് എന്നും പറഞ്ഞ് പ്രകാശൻ അവിടെ വെച്ച് ഒരു വാക്ക് കൊടുക്കുകയാണ്. എന്തായാലും 10 പൈസ എടുക്കാനില്ലാത്ത പ്രകാശനാണ് ഈ കാര്യങ്ങൾ മുഴുവനും പറയുന്നത്. അങ്ങനെ കോടതി വിധി പറയുന്നതിൽ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ട് പ്രകാശനെയും അമ്മയും ഒക്കെ വിട്ടയക്കുകയാണ്. അപ്പോൾ പ്രകാശനും ഇവരും ഒക്കെ കോടതി വളപ്പിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എങ്ങനെയുണ്ട് ഇനിയിപ്പം എന്തായാലും പ്രകാശൻ ജയിലിലേക്ക് പോകും എന്നുള്ള കാര്യം ഞങ്ങൾക്കൊക്കെ ഉറപ്പായെന്നും പറഞ്ഞ് കിരണും കല്യാണിയും കൂടി പ്രകാശിന്റെ അടുത്ത് ചെന്ന് സംസാരിക്കുക. അപ്പൊ പ്രകാശനാണെങ്കിലോ, നീയൊക്കെ ഉണ്ടല്ലോ, എവിടെ നിന്നുള്ള വക്കീലിനെ കൊണ്ടുവന്നാലും അതൊന്നും വലിയ പ്രയോജനമാവില്ല. നീയൊക്കെ ഏത് തരത്തിൽപ്പെട്ടവളാണെന്ന് ഞാൻ തെളിയിച്ചോളാം. എന്തായാലും ഡിവോഴ്സ് കിട്ടാതെ ഈ പ്രകാശൻ അടങ്ങില്ല. നിന്നോട് ഞാനൊരു കോംപ്രമൈസിന് ശ്രമിച്ചായിരുന്നു. പക്ഷെ അതൊന്നും കേൾക്കാൻ ലക്ഷ്മി നിനക്ക് നേരെ ഇല്ലല്ലോ. ഇനി എന്തായാലും എല്ലാ കാര്യങ്ങളും നിയമത്തിന്റെ വഴിയെ പോയിക്കോട്ടെ. എന്ത് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാലും അത് നിന്നെ തീർത്തിട്ടായിരിക്കും എന്നുള്ള ആ ഒരു ഭീഷണി പ്രകാശൻ അവിടെ വെച്ച് പറയുക. ഇത് കേട്ട ലക്ഷ്മിയമ്മയാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കളി കാണാൻ മോനെ. എന്തായാലും നിന്നോട് ഇപ്പം സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നീ ചെയ്തോ എന്നും പറഞ്ഞ് പുള്ളിക്കാരി അവിടുന്ന് പോരുക. പിന്നീട് കോടതിയിൽ നടന്ന വിവരങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന പ്രകാശനെയും മൂങ്ങയെയും കാർത്തികയും ഒക്കെ കാണിക്കുക. അപ്പം കാർത്തികയാണെങ്കിലോ എന്തായച്ച അവിടെ ചെന്നിട്ട് അവര് എന്തൊക്കെ തെളിവ് നിരത്തി. എൻ്റെ മോളെ, ഈ അച്ഛനെ കുറിച്ച് മോൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇത് മുഴുവനും ആ കിരണിൻ്റെയും കല്യാണിയുടെയും പദ്ധതിയാണെന്ന് വരുത്തി തീർക്കാനുള്ള തെളിവുകൾ ഞാനും അങ്ങ് കോടതി ഹാജരാക്കിയിട്ടുണ്ട്. ലക്ഷ്മിയും ഞാനും കൂടി കുറച്ചു കാലം ഒരുമിച്ച് താമസിച്ചെന്നും അവൾ ഗർഭിണിയായി എന്നുള്ളതും ഒക്കെ സത്യം തന്നെയാണ്. ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചെന്ന് പോലും എനിക്ക് ഓർമ്മയേ ഇല്ല. എന്തായാലും അവളെ പോലെയുള്ള ഒരുത്തിയുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് ഈ കേരളത്തിൽ വന്ന് സ്ഥിരതാമസമാക്കിയതാണ്. പിന്നെ എൻ്റെ അമ്മയും ആ ദീപയുടെ വീട്ടുകാരും ഒക്കെ ചേർന്ന ഞങ്ങളുടെ കല്യാണമൊക്കെ ആലോചിച്ചത്. എന്തായാലും ഇനിയിപ്പം ആ ലക്ഷ്മി എന്ന് പറയുന്നവള് ഈ നാട്ടിൽ നിന്ന് പോയെങ്കിൽ മാത്രമേ തനിക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം മോളെ. എന്തായാലും അച്ഛൻ പേടിക്കൊന്നും വേണ്ടച്ച. അവരച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ എൻ്റെ അമ്മ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് വരുമല്ലോ. അതും മഹാലക്ഷ്മി എന്ന് പറയുന്ന എൻ്റെ അമ്മ ഒരാൾക്ക് വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ വാക്ക് എൻ്റെ അമ്മ പാലിച്ചിരിക്കും. അതേ സ്വഭാവം തന്നെ അച്ഛൻ എനിക്കും ഉള്ളത്. എന്തായാലും അച്ഛൻ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ടെന്നും പറഞ്ഞ് നമ്മുടെ പ്രകാശനെ ആശ്വസിപ്പിക്കുകയാണ് കാർത്തിക. അങ്ങനെ പ്രകാശ് എന്താ നമ്മുടെ കാർത്തിക അവിടുന്ന് പോയെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ വിക്രത്തിനോടും അതുപോലെ മൂങ്ങാമുത്തശ്ശിയോടുമായിട്ട് എത്രയും പെട്ടെന്ന് ആ ലക്ഷ്മി എന്ന് പറയുന്നവളെ തീർത്തിരിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അവൾ കോടതിയിൽ വന്നിട്ട് അവളുടെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയി കളയാൻ ശ്രമിച്ച കാര്യങ്ങൾ വരെ പറഞ്ഞു. ഇനി എന്തായാലും അതങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അങ്ങനെ അവൾ ഇനി ഈ നാട്ടിൽ സുഖിച്ച് ജീവിക്കേണ്ട. അവളെ കൊല്ലേണ്ടി വന്നാൽ ഞാൻ കൊന്നിരിക്കും. മോനെ വിക്രം, എന്താ നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുക. അതെ അച്ഛാ, അത് തന്നെയാണ് വേണ്ടത്. അവളെ കൊല്ലുന്നതിനോടൊപ്പം തന്നെ ആ കിരണിനെയും കല്യാണിയും കൂടി ഒന്ന് വകവരുത്തിയ കൊള്ളാം. ഇവറ്റകളൊക്കെ കൂടി ചേർന്ന അച്ഛൻ ഇതുപോലെയുള്ള ഒരു പണി തരുന്നത്. അങ്ങനെ ഇവര് നമ്മുടെ ലക്ഷ്മിയമ്മയെ കൊല്ലാനുള്ള പദ്ധതി മെനയുന്നത് അപ്പുറം നിന്ന് നമ്മുടെ കാർത്തിക കേൾക്കുക. എൻ്റെ അമ്മയ്ക്ക് കുറിവെക്കുകയാണല്ലേ മക്കളെ നിങ്ങൾക്കുള്ള പണി ഞാൻ തന്നോളാം എന്നുള്ള രീതിയിൽ അവൾ ആലോചിക്കുക.
അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളെ കാണിക്കുന്നത് ഇനിയിപ്പോൾ സരയുടെ അടുത്ത് നിന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കി നമ്മുടെ മനോഹരൻ കളം മാറ്റി ചവിട്ടുകയാണ്. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പെങ്കൊച്ചിനെ പുള്ളിക്കാരനൊന്ന് വളച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അവളുമായിട്ട് പുറത്ത് ചുറ്റിക്കറങ്ങി നടക്കുന്ന സമയത്ത് മനുവിൻ്റെ ഇപ്പോഴത്തെ സ്വഭാവത്തിലൊക്കെ നല്ല സംശയമുള്ള ശാരിയാണെങ്കിലോ മനു എവിടെ പോയാലും അവന് പിന്നാലെ പോകുന്ന ഒരു പ്രവണത ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനോഹരൻ പോയ ആ ഒരു സമയത്ത് നമ്മുടെ ശാരിയും പിന്നാലെ ചെന്നു. അതിനുശേഷം മനുത ഒരു പെണ്ണുമായിട്ട് കൊഞ്ചിക്കൊഴഞ്ഞു നിൽക്കുന്ന ആ കാഴ്ച ശാരി കാണുക. അപ്പം തന്നെ ശാരിക്ക് മനസ്സിലായി തൻ്റെ മകളെ ചതിച്ചുകൊണ്ടാണ് ഇവൻ ഈ ദുഷ്ടതരം മുഴുവനും കാണിച്ചു കൂട്ടുന്നതെന്ന്. എന്തായാലും കിരണിനെയും കല്യാണിയും ഒക്കെ എന്തിനാണ് ഈ മനോഹരൻ ഭയക്കുന്നതെന്നും പല കാര്യങ്ങൾക്കും നമ്മുടെ ശാരിക്ക് ഉത്തരം കിട്ടുകയാണ്. അപ്പം ബഗാസുരൻ നേരത്തെ തന്നെ ശാരിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, നീ ചില അന്വേഷണങ്ങളിലാണല്ലോ, ആ അന്വേഷണങ്ങൾക്കൊടുവിൽ നീ ചില സത്യങ്ങൾ കണ്ടെത്തും, അന്ന് നിനക്ക് മനസ്സിലാകും എനിക്ക് ഭ്രാന്തില്ല എന്നുള്ള കാര്യം. അപ്പോഴത്തേക്കിനും ശാരി ഈ കാര്യം ഇങ്ങനെ ആലോചിച്ചു, ഇനി ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണോ ഇയാൾ മനുവിനെയും അതുപോലെ തന്നെ സരയുനെയും തമ്മിൽ തെറ്റിക്കാനൊക്കെ നോക്കിയത്? എന്തായാലും ഈ സത്യങ്ങൾ മുഴുവനും അയാളോട് ചോദിച്ചിട്ട് തന്നെ മറിച്ച് കാര്യം. അങ്ങനെ വീട്ടിലെത്തിയ ശാരി നമ്മുടെ ബഗാസുരനോട് തനിച്ച് സംസാരിക്കുക. എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. മനോഹറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മനോഹരൻ, അവനെ പറ്റി എനിക്കിപ്പോൾ എന്ത് അഭിപ്രായം ഉണ്ടാകാനാ ശാരി? ഞാൻ എന്ത് അഭിപ്രായം പറഞ്ഞാലും അതൊന്നും നിങ്ങൾക്കാർക്കും ഇഷ്ടപ്പെടുന്നതല്ലല്ലോ. എൻ്റെ മോള് തന്നെ ആദ്യം എന്നെ കൊല്ലാൻ കത്തിയെടുക്കും, പിന്നെ ഭ്രാന്തില്ലായിരുന്നെ എന്നെ കൊണ്ടുപോയി എല്ലാവരും കൂടി ഭ്രാന്താശുപത്രിയിലാക്കി ചോക്കുമൊക്കെ തന്നില്ലേ? ഇനിയും നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? നീ എന്ത് സത്യം കണ്ടെത്തിയിരിക്കുന്നത്? അപ്പോൾ ശാരി പറഞ്ഞു, അതെ, നിങ്ങളുടെ മരുമോൻ എന്ന് പറയുന്നവൻ അത്ര ശരിയല്ല എന്നുള്ള സത്യമാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. അമ്മായിയപ്പനെ പോലെ തന്നെ വേറെ ചില ചുറ്റിക്കളികളൊക്കെ ഉള്ള ഒരുത്തനാണോ എന്ന് എനിക്കൊരു സംശയം. ഇത് കേട്ടതും നമ്മുടെ രാഹുലാണെങ്കിൽ സന്തോഷിക്കുക, എന്തേലും ആയിക്കോട്ടെ, ഇവളെങ്കിലും ഈ കാര്യങ്ങൾ അറിഞ്ഞല്ലോ. ഇനി അമ്മയും അതുപോലെ തന്നെ സരയുനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുമല്ലോ. അപ്പം ഈ രീതിയിലൊക്കെ നമ്മുടെ ബഗാസുരൻ ചിന്തിക്കുക, എങ്ങനെയെങ്കിലും സരയുടെ ജീവിതത്തിലേക്ക് കിരണിനെ തിരികെ കൊണ്ടുവരിക എന്നുള്ള ആ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുകയാണല്ലോ നമ്മുടെ ബഗാസുരൻ. അപ്പം ബഗാസുരൻ്റെ ഈ ഒരു മനസ്സിലെ കാര്യങ്ങൾ മുഴുവനും കേട്ടറിഞ്ഞ ശാരിയാണെങ്കിലും എന്നാൽ പിന്നെ ഇനി എന്തിനാ ഇതുപോലെയുള്ളൊരു ചതിയൻ? അത് നമ്മുടെ ജീവിതത്തിൽ എടി ഈ കുഞ്ഞിനെ വേണ്ട വേണ്ടാന്ന് ഞാൻ നാഴികയ്ക്ക് 40 വട്ടവും പറയുമായിരുന്നു നിന്നോടും നിന്റെ മോളോടും. അന്നൊന്നും നീയൊന്നും ഇതൊന്നും ചിന്തിച്ചില്ലല്ലോ, ഇനി അങ്ങോട്ട് അനുഭവിച്ചോ. എന്തായാലും ഇവനെ പോലെയുള്ള ഒരു പക്ക ഫ്രോഡിനെയാണ് നമുക്ക് കിട്ടിയത്. എന്തായാലും ചതി പറ്റിപ്പോയല്ലോ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എൻ്റെ മോളാണെങ്കിലോ അവൻ സത്യസന്ധനാണെന്നും അവൻ പുണ്യവാളനാണെന്നും ഒക്കെ വിചാരിച്ച് അവനെ മാത്രം സ്നേഹിച്ച് ജീവിക്കുക. അവളെങ്ങാനും ഈ സത്യങ്ങൾ അറിഞ്ഞാൽ പിന്നെ തീർന്നു. എന്ത് ചെയ്യും നമ്മൾ? നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാക്കണ്ടേന്ന് ശാരി ബഗാസുരനോട് ചോദിക്കുമ്പോൾ പുള്ളിക്കാരനാണെങ്കിലോ ഒരു കാര്യം ചെയ്യാം, നമ്മൾ രണ്ടുപേരും കൂടി നയത്തിൽ നിന്ന് അവന് നമ്മുടെ മകളുടെ ജീവിതത്തിൽ നിന്നും പറിച്ചു മാറ്റണം. അവനുണ്ടല്ലോ, അവനൊരു കല്യാണ വീരനാണ്, അത് നിനക്കറിയത്തില്ല. എന്നോട് എന്തിനാ ശിവദാസൻ വഴക്കുണ്ടാക്കുന്നതെന്ന് നിനക്ക് മനസ്സിലായോ? ശിവദാസന്റെ മകളെ കൂടി വിവാഹം കഴിച്ചത് ഈ മനോഹറാണ്. അവിടെ അവൻ റോഷനാണ്, റോഷൻ. അവൻ പല സ്ഥലത്തും പല പേരിൽ അറിയപ്പെടുന്നത്. എൻ്റെ ശാരി, ഈ സത്യങ്ങൾ മുഴുവനും നിന്റെ പിന്നാലെ നടന്ന് പറയാൻ ശ്രമിച്ച എനിക്കാണ് വട്ടാണെന്ന് നീ പറഞ്ഞുണ്ടാക്കിയത്. എന്തായാലും ഞാൻ തെറ്റുകാരനാണ്, തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ തെറ്റുകൾ, അതിനപ്പുറത്തെ തെറ്റാണ് നിന്റെ മരുമോൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും അവനെ നമുക്ക് പൂട്ടിക്കെട്ടണമെന്നൊക്കെ പറഞ്ഞ് ശാരിയോട് ഒരു ഡീല് സംസാരിക്കുകയാണ് നമ്മുടെ ബഗാസുരൻ. എന്തായാലും കാത്തിരുന്ന് കാണാം എന്തൊക്കെ നടക്കുമെന്ന്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.